കലാരൂപത്തിൽ നിന്നുമൊക്കെയാണ് അദ്ദേഹം ഒരു ആത്മകഥാംശത്തെ പോലെയാണ് അദ്ദേഹം സമീപിച്ചിരിക്കുന്നത്. ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു പെർഫോമർ എന്നത് ഒരു സ്റ്റേജ് പെർഫോമൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. അതിൽ നിന്നും നമുക്ക് ഉൾക്കാഴ്ചയുണ്ടാക്കി ഊർജമെടുത്ത് അതിനെ നമുക്ക് സാമൂഹിക പഠനത്തിലും ഉപയോഗിക്കാം, അപ്രോച്ച് എടുക്കാം എന്നുള്ള ആ ഒരു രീതിശാസ്ത്രം എനിക്ക് വളരെ സ്തുത്യർഹം ആയിട്ട് തോന്നുന്നു. തീർച്ചയായും അംബേദ്കറൈറ്റ് ചിന്തകളും അതുപോലെ ജാതി വ്യവസ്ഥയിൽ ഊന്നിയിട്ടുള്ള സാമൂഹിക നിരീക്ഷണവും അദ്ദേഹത്തെ കേരളത്തിലെ സോഷ്യൽ സയൻസ് പഠന മേഖലയിലെ ഒരു മുഖ്യമുഖമാക്കി മാറ്റുന്നു. അദ്ദേഹത്തെ മുഖ്യപ്രഭാഷകനായി ഇന്നിവിടെ കിട്ടിയത് നമ്മുടെ ഒരു വലിയ ഓണറായി ഞാൻ കരുതുന്നു. അദ്ദേഹത്തെ മുഖ്യപ്രഭാഷണത്തിനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഡോക്ടർ ആന്റണി പാലക്കൽ, ഡോക്ടർ സത്യൻ, വേദിയിലും സദസ്സിലും ഒക്കെ ആയിട്ടിരിക്കുന്ന ആന്റണി പാലക്കൽ സാറിന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികൾ, മറ്റ് സാമൂഹ്യശാസ്ത്ര പഠന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന അധ്യാപകർ, സാമൂഹ്യ ചിന്തകർ എല്ലാം അടങ്ങിയ ഒരു വലിയ കൂട്ടമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് എന്നുള്ളത് ആന്റണി പാലക്കൽ ഒരു അധ്യാപകനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പൂർവ ജീവിത പരിസരമായ ഒരു പക്ഷേ സന്യാസപർവം എന്ന് പറയാവുന്ന അവിടുന്ന് കിട്ടിയ ഊർജമൊക്കെ ആയിരിക്കാം വളരെ വൈവിധ്യമായിട്ടുള്ള മനുഷ്യരെ ഒന്നിപ്പിക്കുന്നുണ്ടാവുക എന്നാണ് സാമൂഹ്യശാസ്ത്രപരമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇവിടെ ഈ സദസ്സില് സമൂഹശാസ്ത്രം മാത്രം പഠിച്ചവരല്ല ഉള്ളത്. സംഗീതം പഠിച്ചവരുണ്ട്, വളരെ പ്രഗത്ഭരായിട്ടുള്ള നർത്തകർ ഉണ്ട്, അതോടൊപ്പം തന്നെ അധ്യാപകരുണ്ട്, മീഡിയ പ്രവർത്തകരുണ്ട്. അങ്ങനെ ഒരു വളരെ സജീവമായ മാനസികമായ കരുത്തും ശക്തിയും ഒക്കെയുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ഈ സോഷ്യോളജിയുടെ മലയാളം സമൂഹ ശാസ്ത്രം എന്ന്, പലപ്പോഴും സാമൂഹ്യ ശാസ്ത്രം എന്നാണ് ആൾക്കാർ പറയുക, പക്ഷേ സോഷ്യോളജിയുടെ മലയാളം സമൂഹ ശാസ്ത്രം എന്നാണ്. ഞാൻ യഥാർത്ഥത്തിൽ ആദ്യം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞ വിഷയം സമൂഹശാസ്ത്രമല്ല. എനിക്ക് ആദ്യം പഠിക്കാൻ പറ്റിയത് സമ്പദ് ശാസ്ത്രമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വടക്കേ മലബാറിന്റെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ എന്നോട് ആവശ്യപ്പെട്ടത് മനുഷ്യനായി ജീവിക്കാനല്ല. എന്നോട് ആവശ്യപ്പെട്ടത് ഒരു വർഷത്തിൽ ചില ദിവസങ്ങളിൽ നിങ്ങൾ ദൈവമായി കുറഞ്ഞു തുള്ളാനാണ് സമൂഹം എന്നോട് ആവശ്യം. അങ്ങനെ കുട്ടിക്കാലത്ത് ചോദ്യങ്ങൾ ചോദിക്കാതെ അതിനെ അനുസരിക്കുന്ന സമൂഹ വ്യവസ്ഥയെ, മര്യാദകളെ, നാട്ടു രീതികളെ ഒക്കെ അനുസരിക്കുന്ന ഒരു മനുഷ്യനായി ഞാൻ വടക്കേ മലബാറിലെ കാവുകളിൽ തെയ്യം കെട്ടി ആടി കുറഞ്ഞ ആൾക്കാരെ അനുഗ്രഹം കൊടുക്കുവാൻ. അപ്പൊ അതില് നമ്മള് അതില് യാതൊരു തരത്തിലുള്ള യുക്തിയുടെ ഒരു ബോധമൊന്നും അവിടെ വരില്ല, യുക്തിബോധമൊന്നും ഇല്ല. അപ്പൊ എന്നോട് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള എൻ്റെ അച്ഛൻ പറഞ്ഞു, നിനക്കൊരു വഴിയുണ്ട്, നിനക്ക് വേണമെങ്കിൽ ദൈവത്തെ ഒന്ന് കാണാം. അപ്പൊ അത് എല്ലാ മനുഷ്യരെയും വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ദൈവം ആവാം,
ദൈവമായി, മനുഷ്യൻ ദൈവമായി അങ്ങനെ പരിവർത്തനപ്പെടാം. അങ്ങനെ ഞാൻ ഈ കാവുകളിൽ ഈ തെയ്യം, നിങ്ങൾ TV-യിലൊക്കെ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. വളരെ വലിയ മുടിയൊക്കെ, മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ വലിയ മുടിയാണ്. അപ്പൊ സ്ത്രീവേഷമാകുമ്പോൾ മുടി വളരെ പ്രധാനം. മുടി ഒക്കെയായി ശരീരത്തിൽ വലിയ ഭാരമുള്ള ആഭരണങ്ങൾ ഒക്കെ കെട്ടി, ശരീരത്തിലെ വലിയ മുഖത്തും ശരീരത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിലുമൊക്കെ ഈ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ കവറിലുള്ള വരകൾ പോലെ ശരീരത്തിൽ നമ്മളിങ്ങനെ ഇൻസ്ക്രൈബ് ചെയ്യും, അങ്ങനെ എഴുതി വെക്കും. ആ എഴുതി വെക്കുന്നത് എന്താണെന്നൊന്നും നമുക്കറിയില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനുഷ്യനെ വിട്ടു കഴിഞ്ഞു. ഞാൻ ദൈവത്തെക്കുറിച്ചാണ് പിന്നീട് ആലോചിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ഭാഗമാണ് ബാക്കിയൊക്കെ. ഈ വരയും കുറിയും വേദനയും വിഷമവും ഒക്കെ മനുഷ്യ ജീവിതത്തിന് മാത്രം ബാധകമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി ആൾക്കാരെ അനുഗ്രഹിക്കും. അപ്പൊ ഞങ്ങള് തെയ്യ രൂപത്തിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ക്യൂ ആയിട്ട് ഇങ്ങനെ വരും. ഇപ്പൊ ഒരു ഏതാണ്ട് ഒരു 2000 പേരൊക്കെ ഇങ്ങനെ വരും. അവരുടെ പ്രശ്നം പരിഹരിക്കണം. അപ്പൊ അവർക്ക് ഈ സങ്കീർണമായ ലോകമാകുമ്പോ, ഈ ആഗോളവൽക്കരണ ലോകം ആകുമ്പോ, നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ജീവിതം കുറേം കൂടി സങ്കീർണം, മനുഷ്യൻ കുറേം കൂടി വ്യക്തിപരമായി ചുരുങ്ങും. ആധുനിക സമൂഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലിലേക്ക്, വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന ഒരു കാര്യമായി അത്. ദൈവമാകുമ്പോൾ ദൈവത്തിന് വ്യക്തിയിൽ ചുരുങ്ങാൻ വല്ല, ദൈവത്തിന് മനുഷ്യർക്ക് അപ്പുറം മാത്രമേ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ആൾക്കാർ വന്ന് ചോദിക്കും, എന്റെ പൊന്നു ദൈവമേ, എനിക്കിങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു ദൈവത്തിന് എന്താ കുഴപ്പം? കല്യാണം കഴിച്ചു, അതിങ്ങനെ ആയി 2-3 വർഷമായിട്ട് എനിക്ക് പിന്നെ കുട്ടികളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഈ ദൈവത്തിന്റെ ഒരു പ്രധാന സംഗതി വെച്ചാൽ സന്താന സൗഭാഗ്യം ഇങ്ങനെ പിന്നെ പറയണം. ഇപ്പൊ ഗുരു പിന്നെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്താന സൗഭാഗ്യം, അതായത് കൂടുതൽ കുട്ടികൾ ഇങ്ങനെ ഉണ്ടാവണം. എന്നാലേ എനിക്കെന്താവാൻ പറ്റും? ദൈവമാവാൻ പറ്റും. കാരണം അവരാണ് ഈ ദൈവത്തെ ഉണ്ടാക്കിയെടുക്കുന്നത്. ദൈവത്തെ ഉണ്ടാക്കിയെടുക്കുന്ന സാമൂഹ്യ പ്രക്രിയ മുഴുവൻ ദൈവത്തിൽ അല്ല അധിഷ്ഠിതമായിരിക്കുന്നത്, അത് മനുഷ്യരിലാണ്. അതൊക്കെ പിന്നീട് എനിക്കുണ്ടായ ഉൾക്കാഴ്ചയാണ്. അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലായി. ഞാൻ ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ കൺഫ്യൂഷൻ ആവും. പക്ഷെ സമൂഹശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളെ തന്നെ, നമ്മുടെ തന്നെ സെൽഫിനെ തിരിഞ്ഞു നോക്കാൻ സഹായിക്കുന്ന വലിയ കണ്ണാടിയാണ് സമൂഹശാസ്ത്രം. അല്ലാതെ ചുമ്മാ ഒരു എന്തെങ്കിലും പഠിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല സമൂഹശാസ്ത്രത്തെ പഠിക്കുക. ഞാൻ അങ്ങനെയല്ല അതിനെ സമീപിച്ചത്. ആന്റണി പാലക്കൽ, ഞാൻ യാദൃശ്ചികമായി ആന്റണി പാലക്കലിനെ കണ്ടത് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെന്റായി ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ്. ആ വിജ്ഞാനത്തിന്റെ കാഴ്ച, ആ കണ്ണ് തുറപ്പിക്കല്, അത് ലഭിച്ചത് എനിക്ക് ആന്റണി പാലക്കൽ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അധ്യാപകൻ എന്നുള്ള രീതിയിലല്ല, അധ്യാപകൻ PhD അങ്ങനെയൊക്കെ ഒരു അർത്ഥത്തിൽ, അല്ലാതെ ഒരു അടിത്തട്ടിലുള്ള ഒരു അറിവ് അത് ലഭ്യമാണെങ്കിൽ, ഉൾക്കാഴ്ച ഉണ്ടാവണമെങ്കിൽ നമുക്ക് നമ്മെ തന്നെ തിരിഞ്ഞു നോക്കാൻ സാധിക്കും. നമുക്ക് നമ്മെ തന്നെ തിരിഞ്ഞു നോക്കാനാണ് യഥാർത്ഥത്തിൽ പാട്. മറ്റുള്ളവരെ കുറ്റം പറയാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ നമ്മെ തന്നെ ഒന്ന് നമ്മുടെ റൂമിൽ കുറ്റിയിട്ട് ഒറ്റക്കൊന്നിരുന്ന് ഞാൻ ഇന്ന് എന്തൊക്കെയാണോ ചെയ്തത് എന്ന് റിട്രോസ്പെക്ട് ചെയ്യുന്ന, അതായത് സിസ്റ്റമാറ്റിക് റിട്രോസ്പെക്ഷൻ ഓഫ് ദ സെൽഫ് എന്ന് പറയുന്നത്, അതിന് വിധേയമായ ഒരാക്കിയ സമൂഹശാസ്ത്രം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരാളെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ മറ്റൊരാളെ കാണാനും കേൾക്കാനും പറ്റുകയുള്ളൂ. അപ്പൊ ആ ഒരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹശാസ്ത്രത്തിന്റെ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത്. എന്റെ അടിത്തറ അതാണ്. അപ്പൊ അത് കഴിഞ്ഞ് എന്നോട് പഠിക്കാൻ പറഞ്ഞത് സമ്പദ്ശാസ്ത്രമാണ്. ഞാൻ സമ്പദ്ശാസ്ത്രം പഠിക്കുന്നു. ഞാൻ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് വരെ എത്തി. അവിടെ ഞാൻ MPhil ഈ ഇക്കണോമിക്സിൽ പഠിക്കുന്നു. KN രാജൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. സൗഭാഗ്യമായി എനിക്കത് തോന്നുന്നു. പക്ഷെ അതില് പറയുന്നൊരു കാര്യം, സമ്പദ്ശാസ്ത്രത്തിന്റെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രഞ്ച് ചിന്തകരുടെ ഒരു പ്രധാന സ്വാധീനം എല്ലാ സാമൂഹ്യ ശാസ്ത്ര മേഖലകളിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ, ഒരു സമ്പദ്ശാസ്ത്രം പഠിക്കുന്ന ഒരു കുട്ടി അവന്റെ ചിന്ത, ദാർശനികമായ അവന്റെ ചിന്ത ഹോമോ ഇക്കണോമിക്കസ് ആയിരിക്കണം. ഹോമോ ഇക്കണോമിക്കസ് എന്ന് പറഞ്ഞാൽ
നമ്മളെല്ലാവരും ഒരു സമ്പത്ത് കൊണ്ട് സമ്പത്ത് ചിന്ത കൊണ്ട് ചലിക്കുന്ന മനുഷ്യരാണ്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോ ഇവിടെ വരാനുണ്ടായ കാരണം ഒരിക്കലും സമ്പദ്ശാസ്ത്ര യുക്തിയല്ല ഇവിടെ വരാനുള്ളത്, ഒരിക്കലും അല്ല. ചുരുക്കി പറഞ്ഞ സമ്പത്ത് ചെറിയ നഷ്ടം ഉണ്ടാവുകയും, ഈ ഓട്ടോ വിളിച്ചാണെങ്കിൽ ഓട്ടോ പൈസ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള. ഇനി ഈ സമയം ഇങ്ങനെ ഇരിക്കുന്നതിന്റെ അതിന് എന്നെ കേൾക്കുന്ന സമയം വെറുതെ കളയുക, ഈ പറയുന്ന ഇതെല്ലാം ഈ ഇരിക്കുന്നത് മുഴുവൻ സമയമാണ്. ടൈം ഈസ് മണി എന്ന് പറയുന്നത്. മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യത്താണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. വേറെ എന്തോ ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ എന്നെ കേൾക്കുന്ന സമയത്ത് പകരം മറ്റൊന്ന് പുറത്തു കയറി അവിടെ വിഷുബമ്പർ എടുത്ത് യാദൃശികമായി വിഷുബമ്പർ അടിക്കുകയായിരുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ. അപ്പൊ ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള വിഷുബമ്പറാണ്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ സമ്പദ് ശാസ്ത്ര മനുഷ്യന് ചിന്തിക്കാൻ പറ്റും. അപ്പൊ ഈ ദൈവമായി മനുഷ്യൻ മാറുക എന്ന് പറയുന്നതുമായ കോടിക്കണക്കിന് രൂപയുടെ കണക്കാണ് വ്യവസായം. മനസ്സിലായി? കോടിക്കണക്കിന് രൂപയുടെ കണക്ക്. എന്നാൽ എന്റെ കയ്യിൽ എന്തെങ്കിലും കാശുണ്ടോ? 5 പൈസയില്ലതാണ്. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് വ്യവസായത്തിന്റെയും മലിനോവ്സ്കിയുടെ ഒക്കെയും അതേപോലെ മഹനലോഗിസിന്റെ ഒക്കെ മോഡലുകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് കൃഷി വ്യവസ്ഥയിൽ നിന്ന് മനുഷ്യര് വ്യാവസായികമായി ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ അവന്റെ ജീവിതത്തിലും അവന്റെ മനസ്സിലും അവന്റെ ഭൗതികമായ സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങളാണ് നമ്മൾ സമ്പദ്ശാസ്ത്രം ചെയ്യുമ്പോൾ ഉണ്ടാവുക. പക്ഷെ അത് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിനൊരു പരിമിതിയുണ്ട്. ഉദാഹരണത്തിന് സമ്പദ്ശാസ്ത്രം ഭ്രാന്തന്മാരെ കാണില്ല. സമ്പദ്ശാസ്ത്രത്തിൽ ഭ്രാന്തന്മാരെ പറ്റി പഠിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അയാൾക്ക് സാമ്പത്തിക യുക്തിയില്ല. സാമ്പത്തിക യുക്തിയില്ല, സാമൂഹ്യമായ ബോധവും ഉണ്ടാവില്ല. നമ്മളെല്ലാവരും ഒരു നിയന്ത്രിത സാമൂഹ്യ വലയത്താൽ അകപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മളെല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുന്ന ചില ചിലന്തി വലകളുണ്ട്. ഒരു വലകൾ നമ്മളെല്ലാവരും ഇവിടെ വന്നതിന്റെ പ്രധാന കാരണം ഡോക്ടർ ആന്റണി പാലക്കലാണ് സെൻട്രിക് ആയിട്ടുള്ളതെങ്കിലും അതിന് ചുറ്റി നമ്മൾ കറക്കിയെടുക്കുന്ന ഒരു വലിയ ചിലന്തി വല ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. അതാണ് ഈ നമ്മളിവിടെ വരാനുള്ളതിന്റെ ഒരു ഘടന. അതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഏതെങ്കിലും തരത്തില് ആന്റണി പാലക്കലിന്റെ വാക്കുകൊണ്ടോ ക്ലാസ് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അക്ഷരം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ക്രിയ കൊണ്ടോ, മനസ്സിലായില്ലേ? ആ രീതിയിൽ ബന്ധിക്കപ്പെട്ട മനുഷ്യരാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് വെക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഇക്കണോമിക്സ് എന്ന് പറയുന്നതിൽ ഇത്തരം വ്യത്യസ്തരായ മനുഷ്യരെ കാണാനില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ആ രീതിയിൽ ദൈവമായി മാറി ആൾക്കാർക്ക് അനുഗ്രഹം കൊടുക്കുകയും അതിലൊരാൾ വന്നിങ്ങനെ എന്നോട് അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വലിയ ആഹാര്യത്തിന്റെ ഉള്ളിൽ ഞാനിങ്ങനെ എന്റെ ചെറിയ മനുഷ്യനായിട്ട് ഇങ്ങനെ ഇവരുടെ നഗ്നമായ ജീവിതം ഞാനിങ്ങനെ കാണുന്നു. വലിയ മനുഷ്യരാണ് വന്ന് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഞാൻ പറയും ഗുണം വരട്ടെ, ഗുണം വന്ന് രക്ഷിപ്പിൻ എന്ന് പറയും. നിങ്ങൾക്ക് ഗുണം ഉണ്ടാവട്ടെ, താങ്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ ആവട്ടെ. ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ ഒന്ന് തന്നെ ജീവിതകാലം മുഴുവൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതായി തീരും. നിങ്ങൾ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഒരു വലിയ പണ്ഡിതനാവണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കുറച്ച് സമയം എടുക്കുകയുള്ളൂ, നിങ്ങൾ അതായി തീരും. അതിന് ദൈവത്തിന്റെ പ്രത്യേകിച്ച് അനുഗ്രഹത്തിന്റെ ഒന്നും കാര്യമില്ല. പക്ഷെ ഞങ്ങളുടെ ഒരു അവസ്ഥ അതാണ്. ദൈവമാവാൻ പറഞ്ഞാൽ, നിങ്ങളോട് ദൈവമാവാൻ പറഞ്ഞാൽ വലിയ പാടാണ്. മനുഷ്യനായി ജീവിക്കാൻ എളുപ്പമാണ്. അപ്പൊ അത് ദൈവമാവാൻ പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ശബ്ദിച്ചാൽ പോലെ, മനുഷ്യനാണല്ലോ ഇങ്ങനെ ശബ്ദിക്കുക. ദൈവമാവണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ നമ്മൾ മാറ്റും, നമ്മുടെ ആംഗ്യങ്ങള് ജസ്റ്റേഴ്സ് നമ്മൾ മാറ്റണം. ദൈവത്തിന്റെ മനുഷ്യനല്ലാത്ത ഒരു ഭാഷ എടുക്കാൻ പറയും. മനുഷ്യനല്ലാത്തൊരു ഭാഷ എടുക്കുക. അതുകൊണ്ടാണ് ആൾക്കാർ ഈ ഈ വെളിച്ചപ്പാടുകളൊക്കെ പിന്നെ തുള്ളുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പെടഞ്ഞു കൊടുക്കുന്ന ശരീരമാണ്. അങ്ങനെ പൊസസ്ഡ് ആയിട്ടുള്ള ഒരു ഡാൻസിങ് ആണ്. ആ പൊസസ്ഡ് ഡാൻസിന്റെ മനുഷ്യനെ പോലെ പെരുമാറിക്കഴിഞ്ഞാൽ ഇയാൾ വെളിച്ചപ്പാടായില്ല കേട്ടോ എന്ന് മനുഷ്യർ തന്നെ പറയും. ഇയാൾ വെളിച്ചപ്പാടായിട്ടില്ല എന്ന് പറയും. അപ്പൊ അയാൾ അതിൽ ട്രാൻസ്ഫോം ചെയ്യേണ്ടിയിട്ടാണ് അയാൾ സ്വയമായ ഒരു പീഡനത്തിനൊക്കെ വിധേയമാവുന്നത്. അയാൾ വാള് കൊണ്ട് പിന്നെ തലക്ക് കുത്തി ബ്ലഡൊക്കെ വരുത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് മനുഷ്യനല്ലാതാവാനുള്ള വെപ്രാളമാണ്.
കാരണം നിയതമായ ഒരു ആട്ടപ്രകാരം യഥാർത്ഥത്തിൽ ദൈവമാകാൻ പോകുന്ന മനുഷ്യർക്കില്ല. അപ്പൊ ഇങ്ങനെ വന്നപ്പോ എനിക്ക് ഈ മനുഷ്യന്റെ ഒരു നിരർത്ഥകമായ ഒരവസ്ഥ, ഈ ഇക്കണോമിക്കസ് എന്ന്, ദൈവത്തിനോട് ഇക്കണോമിക്കസ് ആവാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത്, അത് തമ്മിൽ ചേർച്ചയില്ലാത്ത ഒരു സംഗതി വന്നപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ സമൂഹശാസ്ത്രം പഠിക്കാൻ വേണ്ടി കാര്യമായി ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു സ്റ്റുഡന്റിന്റെ ഗവേഷണാർത്ഥം അതിന്റെ ഒരു എക്സാമിനർ ആയിട്ടാണ് ആന്റണി പാൽക്കൽ സാറ് വരുന്നത്. അപ്പൊ ഞാൻ സാറിനോട് പറയും, പക്ഷെ എനിക്കിങ്ങനെ ഇത് ഒരു എനിക്ക് ഈ സോഷ്യോളജിയോട് എനിക്കൊരു താല്പര്യമുണ്ട്, അതിങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ മാഷ് പറഞ്ഞു, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ സോഷ്യോളജിയിലേക്ക് കടന്നു വന്നത്. ഇപ്പോൾ ഞാനൊരു സോഷ്യോളജി PhD ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ഇപ്പോ അതിന് ഉത്തരവാദി എന്ന് പറയുന്നത് ഡോക്ടർ ആന്റണി പാലക്കലാണ്. അതുകൊണ്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ശല്യം ഈ സമൂഹത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനല്ല എന്ന് പറയാനാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സോഷ്യോളജി പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഹോമോ സോഷ്യോളജിക്കസ് ആവണം. എല്ലാവരും ഇങ്ങനെ ഓരോ താരം ആവാൻ പറയും. അപ്പൊ ഹോമോ സോഷ്യോളജിക്കസ് ആവണം എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്സ് മറ്റു കാര്യങ്ങളൊക്കെ അവിടുന്ന് പുറത്ത്, നിങ്ങൾ സോഷ്യോ ആയിട്ട് എന്താണുള്ളത്, നിങ്ങളുടെ പെരുമാറ്റത്തിൽ സോഷ്യോ എന്താണ്? അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് സാമൂഹ്യമായി ജീവിക്കുന്ന ഒരാളാണ്. അതൊരു വലിയ ഒരു സത്യമാണ്. സാമൂഹ്യമായി ജീവിക്കുന്ന ഒരു ആൾക്കാരാണ് മനുഷ്യൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഒറ്റപ്പെട്ടു പോകുമ്പോൾ ബന്ധങ്ങൾ പൊട്ടിപ്പോകുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെടല് ആവുക. അപ്പൊ നമ്മുടെ സെൽഫ് ആവശ്യപ്പെടും, ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്, സെൽഫ് സ്വയം ആവശ്യം. അങ്ങനെ 2-3 തവണ സെൽഫ് ചോദിച്ചാൽ ധൈര്യമുള്ള ഒരാള് ഈ ലോകത്ത് നിന്ന് എക്സിറ്റ് ആവും. അങ്ങനെ എക്സിറ്റ് ആവും. അത് നേരിട്ട് ഞാൻ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. അത് ഞാൻ ആത്മഹത്യ ചെയ്തു എന്നല്ല പറയുന്നത്. ഡോക്ടർ M. കുഞ്ഞാമൻ എന്ന് പറഞ്ഞൊരു വലിയ സാമ്പത്തികശാസ്ത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ അടുത്ത് ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹം ഒരു 76-75 വയസ്സുണ്ട്. എനിക്ക് 44-45 വയസ്സുണ്ട്. പക്ഷെ എൻ്റെ സുഹൃത്തായിട്ടാണ് ഞാൻ കുഞ്ഞാമൻ സാറെ കണ്ടിട്ടുള്ളത്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വലിയൊരു വെളിച്ചം ഉണ്ടായത്, ഒരു ജ്ഞാനോദയം ഉള്ളൊരു മനുഷ്യൻ. അധ്യാപകർ കുറെ കാണും, അധ്യാപകന്മാർ ഒരുപാട് പേരുണ്ടാവും, അധ്യാപികമാരും ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഒരു വിഷയം പഠിക്കുകയും ആ വിഷയം നയിക്കുന്ന ഒരു ചിന്താബോധമുള്ള അധ്യാപകർ വളരെ കുറവാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ കുറവാണ്. കാരണം അതിനാവശ്യമായിട്ടുള്ള ഒരു ഇരിപ്പുണ്ട്, അതിനു വേണ്ടിയുള്ള ഒരു ക്ഷമ കുറവാണ്. കാരണം ഇപ്പൊ തന്നെയും ഞാൻ ഒരുപാട് അധ്യാപകരുടെ ഈ ഫെയർവെൽ പാർട്ടി കണ്ടിട്ടുണ്ട്. ഇതിലും വലിയ സംഖ്യകളുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന ഫെയർവെൽ പാർട്ടികളുണ്ട്. പക്ഷെ ആ അധ്യാപകരൊക്കെ പിന്നീട് വൈസ് ചാൻസലർമാരായി മാറിയത് ഞാൻ മനസ്സിലായ. എന്തിനാണ് ഫെയർവെൽ പാർട്ടി നടത്തുന്നത്? അതൊരു വേറൊരു പ്രഖ്യാപനമാണ്, വേറൊരു സ്ഥലത്തേക്കുള്ള എൻട്രിക്ക് വേണ്ടി ഒരു പ്രഖ്യാപനം. അങ്ങനെയല്ലാതെ വന്നവരാണ് ഇവിടെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നാളെ ഏതെങ്കിലും ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആവട്ടെ എന്ന് ഞാൻ അങ്ങേ അനുഗ്രഹിക്കുക കൂടി ചെയ്യാണ്. ഒരു മനുഷ്യൻ ദൈവമായി മാറുന്ന മനുഷ്യനാണ്, ഭാഗ്യത്തിനാവട്ടെ. അങ്ങനെ കേരളത്തില് അങ്ങനെ സാധാരണ ആവാൻ പറ്റില്ല. കേരളത്തിൽ അങ്ങനെ സാധാരണ ആവാൻ സാധ്യമല്ല. പലതരത്തിലുള്ള ലോബിയിങ്ങും ഒക്കെ ആദ്യം മുതൽ തന്നെ ഒരുക്കി അതൊരു സാമൂഹ്യ പ്രവർത്തനം. ഈ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം, അതൊരു ദൈവമാകുന്ന പോലെ കുറെ പണിയുണ്ട്. പാടണം, തോറ്റിയിടണം, ശരീരം വൃത്തിയാക്കണം, മുറ്റം വൃത്തിയാക്കണം, ചില സമയം ചാണകം കൊണ്ടാണെങ്കിൽ ചാണകം കൊണ്ട് ചെയ്യണം, അല്ലെങ്കിൽ നല്ല വേറെ ഏതെങ്കിലും രാസവസ്തു ആണെങ്കിൽ അതിനെ കൊണ്ട് ക്ലീൻ ആക്കണം. അങ്ങനെ കുറെ പണിയുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ കടന്നു ചെല്ലാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് കുഞ്ഞാം സാർ പറഞ്ഞത്, കേരളത്തിലൊരു ദളിതനെ സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആവണമെങ്കിൽ, ആ കസേരയിൽ ഇരിക്കണമെങ്കിൽ അയാൾ മൂട്ടയായി ജനിക്കണം. അദ്ദേഹത്തിന്റെ ഒരു സെന്റൻസ് ആണ്, ഭയങ്കര കാഴ്ചയുള്ള ഒരു സെന്റൻസ്.
കേരളത്തിലെ ആൾക്കാർക്ക് എന്താ പ്രത്യേകത? സാമൂഹ്യ ശാസ്ത്രപരമായി ആൾക്കാർക്ക് മാറ്റം ആവശ്യം, മാറ്റം ഇഷ്ടമാണ്. കേരളത്തിലെ മനുഷ്യന്മാർക്ക് മാറ്റം ഇഷ്ടമാണ്. പക്ഷെ മാറ്റാൻ കഴിയുന്ന ആൾക്കാർ, മാറ്റാൻ സാധ്യമാവുന്ന ആൾക്കാർ, ബ്യൂറോക്രാറ്റിലും രാഷ്ട്രീയ ഇതിലൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്ത് വേണ്ട? മാറ്റം വേണ്ട. മാറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ മാറ്റം കൊണ്ടുവരാൻ കഴിയുകയും ഇല്ല. ഇങ്ങനെയുള്ള ഒരു 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 വായന നടത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ, ഈ എന്നോട് നിരന്തരം ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്തപ്പോഴാണ് എനിക്ക് ഈ സോഷ്യോളജി പഠിപ്പിച്ച ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഐ തിങ്ക് ഇറ്റ് ഈസ് സോ ഹൈ ടൈം നൗ. One day he told me that it is very high time now. Let me think about. മൂന്നാം ദിവസം മൂപ്പർ എക്സിറ്റ് ആയി. അത് തീരുമാനിക്കുന്നതാണത്. അത് ഇതിനെയൊക്കെ കണ്ട്, ഈ മനുഷ്യരെയൊക്കെ കണ്ട്, ഈ അക്കാഡമിക സമൂഹത്തെയും മനുഷ്യരെയും എല്ലാവരെയും ആദിവാസികളെ കുറിച്ചൊക്കെ പഠിച്ച ഒരു പണ്ഡിതനാണ്. അതൊരു മാതൃകയായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതൊരു തിരിച്ചറിവും കൂടിയാണ്. എളുപ്പമല്ല. അപ്പോഴാണ് നമുക്ക് ഈ സമൂഹ ശാസ്ത്രത്തിൽ നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് ആത്മഹത്യയെ കുറിച്ച് ഒരു വലിയ സിദ്ധാന്തം ഉണ്ടാക്കി തരുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ സാമൂഹ്യമായി നമ്മൾ ബന്ധപ്പെടാതെ ഇരിക്കുന്ന സമയത്ത് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു പദമാണ് ഉപയോഗിക്കുന്നത്. ഇന്റഗ്രേറ്റഡ് അല്ല സമയത്ത്. അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ കൂടുതൽ നമ്മളെല്ലാവരും ഇന്റഗ്രേറ്റഡ് ആണ്. ഇന്റഗ്രേറ്റഡ് ആവുന്ന സമയത്ത് നമുക്ക് എന്താവാൻ പറ്റും? നമുക്ക് ജീവിക്കാൻ അതിയായ ആഗ്രഹം, നമുക്ക് പുസ്തകങ്ങൾ എഴുതാൻ ആഗ്രഹം, അതിനൊക്കെ വലിയ ആഗ്രഹം. ഇന്റഗ്രേഷൻ, സാമൂഹ്യമായിട്ടുള്ള ബന്ധനം, അപ്പൊ അത് പൊട്ടുന്ന സമയത്ത്, ആ സാമൂഹ്യ ബന്ധനം അകന്നു പോകുന്നതിനനുസരിച്ച് നമ്മൾക്ക് സമൂഹമായിട്ടുള്ള അകൽച്ച വരുന്നു. നമ്മൾ സോഷ്യൽ ഡിസിൻറ്റഗ്രേറ്റ് ആവും. ഡിസിൻറ്റഗ്രേറ്റ് ആവുമ്പോൾ ചെയ്യാവുന്ന പലതരം ആത്മഹത്യകളെ കുറിച്ച് സമൂഹശാസ്ത്രം പഠിക്കുന്നു. ഈഗോയിസ്റ്റിക് ആയിട്ട് എനിക്ക് ഇത് ഒരു ദേഷ്യം കാണിക്കാൻ വേണ്ടി എന്നോട് ആന്റണി പാലക്കൽ സാറ് വളരെ മോശമായി പെരുമാറി, എന്നാൽ സാറിനൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്യാം. ഒരു ഈഗോയിസ്റ്റ്. അല്ലെങ്കിൽ ഓൾട്രൂയിസ്റ്റ് ആയിട്ട് നല്ല ലക്ഷ്യത്തോട്, എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു, ആ കാമുകി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാം. കാരണം അവളെ ബുദ്ധിമുട്ടിക്കണ്ട. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഓൾട്രൂയിസ്റ്റിക് ആയിട്ട് സംഗതി ചെയ്യും. ഇങ്ങനെയൊക്കെ അല്ല, ഇതൊന്നും നമുക്ക് അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഈ സമൂഹശാസ്ത്രം തന്ന വെളിച്ചമല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് അതിന്റെ കാര്യം. നമ്മൾ പറയുമ്പോൾ എളുപ്പമായിട്ട് തോന്നും. നമ്മളെ മുൻവിധികളെ നമുക്ക് മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ്. മുൻവിധികൾ. കറുത്തരുണ്ട ഒരു ശരീരം, അയാൾ എന്തായാലും ദളിതനാണ് എന്ന് കേരളത്തിലെ ആൾക്കാർ അങ്ങ് വിശ്വസിക്കും. കേരളത്തിലെ സുന്ദരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും CK ജാനുവിന്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വരില്ല. ഇത് നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയൊന്നല്ല, സാമൂഹ്യമായി നിർമ്മിച്ചെടുത്ത ഇമേജറീസ് ആണ്. സൗന്ദര്യത്തെ കുറിച്ചുള്ള ഇമേജറീസ്. CK ജാനു വരില്ല. CK ജാനു വളരെ പവർഫുള്ളായി, അവരിപ്പോ എന്തോ ആയിക്കോട്ടെ, പവർഫുള്ളായി ഒരു സമൂഹത്തെ ചലിപ്പിച്ചൊരു സ്ത്രീയാണ്. അക്ഷരം പോലും ആ രീതിയിൽ വലിയ വിദ്യാഭ്യാസം പോലും കിട്ടാത്തൊരു സ്ത്രീ. പക്ഷെ നമ്മൾ അത് ആലോചിക്കില്ല. അപ്പൊ ഈ ഒരു സാമൂഹ്യ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് സമൂഹശാസ്ത്രം പഠിക്കുക തന്നെ ചെയ്യണം. അപ്പൊ സ്ത്രീകളെ പലപ്പോഴും ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ, വണ്ടി ഓടിച്ചു പോകുമ്പോൾ മെല്ലെ പോകുന്ന ഒരു കാറാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആൾക്കാർ പറയും അത് സ്ത്രീയാണെന്ന് തോന്നുന്നു ഓടിക്കുന്നതെന്ന് പറയും. ഒരു സ്റ്റീരിയോടൈപ്പാണ്, ആ സ്ത്രീയാണെന്ന് തോന്നുന്നു ഓടിക്കുന്നതെന്ന് പറയും. ശരി, ഏതെങ്കിലും ഒരു വണ്ടിയുടെ റോഡിന്റെ സെന്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, വണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു സ്ത്രീയായിരിക്കും അത് ഓടിക്കുന്നുണ്ടാവുക എന്ന് പറയുന്നത്. ഈ സ്റ്റീരിയോ ടൈപ്പിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റണം. അത് പറഞ്ഞു തരുന്നത് സമൂഹശാസ്ത്രം. ചിന്ത, നമ്മുടെ മുൻവിധികളെ മറികടക്കാൻ ഉണ്ടാക്കി തരുന്ന ബോധമാണ്. അതുകൊണ്ടാണ് ബ്യൂട്ടി മിത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ബ്യൂട്ടി മിത്ത്, ഹൗ ദ വിമൻ ദംസെൽസ് ആർ അഗെയിൻസ്റ്റ് വിമൻ എന്നുള്ളതാണ് ബ്യൂട്ടി മിത്ത്. അപ്പൊ സുന്ദരിയായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മെലിഞ്ഞിരിക്കുക എന്നുള്ളൊരു അർത്ഥം വന്നപ്പോ കുറെ പേര് അമേരിക്കയിൽ ഈ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇങ്ങനെ വ്രതം എടുത്തിരുന്നു. ഒരു 10-14 ആൾക്കാർ മരിച്ചു. ഈ ആവശ്യമുള്ള കലോറി കൂട്ടൊന്നും കിട്ടാതെ. അപ്പോഴാണ് മനസ്സിലായി ഈ ബ്യൂട്ടി മിത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലുന്ന ഒരു സാധനവും കൂടിയാണ്. മരിച്ചു പണിയെടുക്കുകയാണ് സുന്ദരനായി ജീവിക്കാൻ വേണ്ടി. ബ്യൂട്ടി. അപ്പൊ അത്തരത്തിലുള്ള ചില
കാര്യങ്ങൾ നമ്മൾ വളരെയധികം കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഞാൻ PhD സോഷ്യോളജിയിൽ ചെയ്യാൻ യോഗ്യനല്ലേ? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് യോഗ്യനാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആന്റണി പാലക്കലോട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് എനിക്ക് ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം. വേറെ എനിക്ക് ആൾക്കാരെ ചില ആൾക്കാർ സൂപ്പർവൈസ് ചെയ്യൂല. കാരണം നിങ്ങൾ എന്തിനാണ് വെറുതെ, നിങ്ങൾക്ക് ഒരു PhD ഉണ്ട്, പിന്നെ വെറുതെ ഇത് പഠിച്ച് ഞങ്ങൾ എന്തിനാ ബുദ്ധിമുട്ട്? ലൈനിൽ കുറെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ബുദ്ധിപ്പെട്ടു. അപ്പൊ സാറ് പറഞ്ഞു ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തു, ഒരു കാര്യം കുറിച്ചു. അങ്ങനെ സോഷ്യൽ ഡ്രാമ എന്ന് പറഞ്ഞൊരു, ഈ കളിയാട്ടത്തിന്റെ ഒരു സോഷ്യൽ ഡ്രാമ എന്ന് പറഞ്ഞ ഒരു ഡ്രമറ്റോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച്, അതെനിക്കും ബോധ്യപ്പെടുന്ന ഒരു അപ്രോച്ച്. ഇത് ഡിസ്കഷനിൽ എന്താണോ നമുക്ക് ഒരു സ്റ്റുഡന്റിന് ആവശ്യം, എന്താണ് ആ തിയറി അധ്യാപകനടുത്ത് നിന്ന് വരണം. അല്ലാതെ അധ്യാപകൻ പഠിച്ച തിയറി മാത്രം നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അയാൾ ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യേണ്ടി വരികയാണ്. അയാൾ ചെയ്യേണ്ടിരുന്ന കാര്യം അയാൾക്ക് ചെയ്യാൻ വയ്യാതെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പല പരിപാടിയുടെയും പേര് കൂടിയാണ് കേരളത്തിൽ ഗവേഷണം എന്ന് പറയുന്നത്. അതിനെയൊക്കെ കട്ട് ക്രോസ് ചെയ്യുക, അതിനെ ബ്രേക്ക് ചെയ്യുക. ബ്രേക്കിംഗ് ആണ് രസം. ജീവിതത്തിൽ ബ്രേക്ക് ആണ് രസം. അതുകൊണ്ടാണ് ബ്രേക്ക് ഡാൻസ് ആൾക്കാർ പോയി കാണുന്നത്. അതുകൊണ്ടാണ് ബ്രേക്ക് ഡാൻസ് കാണുന്നത്. തിരുവാതിര കാണാൻ ആൾക്കാർ പോകുന്നില്ലല്ലോ. തിരുവാതിര കാണാൻ പോകുന്നില്ല. ബ്രേക്ക് ഡാൻസ്, മൈക്കിൾ ജാക്സൺ, എന്തൊക്കെയാണ് ഭയങ്കര ചടുലമായിട്ടുള്ള ശരീരചലനാണ്. ചടുലമായി, കാരണം നമ്മൾ വേഗത കൂടിയ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ചടുലമായിട്ട് നീങ്ങേണ്ടതായിട്ട് വരും. ഒരു നല്ലൊരു നർത്തകി അവിടെ ഇരിപ്പുണ്ട്. അവരെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. വളരെ എന്തായിരുന്നു, മേതിൽ ദേവിക. അവരുടെ ഒരു നൃത്തം, നൃത്തം മാത്രമല്ല അവരുടെ സംസാരത്തിന്റെ ഭംഗി വളരെ ശാന്തമായി, ഒരു ഭയങ്കര ശാന്തതയാണ്. ഞാനിതുവരെ കണ്ടിട്ടില്ല, ഞാൻ TV മാത്രം കണ്ടിട്ടില്ല. വളരെ ശാന്തമായി ഇങ്ങനെ ഇരുന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നു. വളരെ കൂളായിട്ട് പറയുന്നതൊക്കെ യമകണ്ഠൻ ബ്രേക്കിങ്ങിനെ കുറിച്ചുമാണ്. വളരെ ലളിതമായി എനിക്ക് തോന്നുന്നതാണ്. അപ്പൊ ഈ ഫലം ഉണ്ടല്ലോ, ഈ മനുഷ്യന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഉപനിഷത്തിലും ഒക്കെ പറയുന്നുണ്ട് ശക്തിയെ കുറിച്ച്. ഒരു ശക്തി നിങ്ങൾക്ക് വേണ്ടത് ക്രിയാശക്തിയാണ്, മറ്റൊന്ന് ഇച്ഛാശക്തിയാണ്, മറ്റൊന്ന് ജ്ഞാനശക്തിയാണ്. പല ആൾക്കാർക്കും ഈ ആദ്യത്തെ രണ്ടെണ്ണം ഉണ്ടാവും, ഈ അവസാനത്തെ ഉണ്ടാവില്ല. അവസാനത്തെ ഉണ്ടാവണമെങ്കിൽ സ്വയം പഠനത്തിന് വിധേയമാവണം. ഈ സബ്ജക്റ്റ് തന്നെ വിധേയമാവണം. സബ്ജക്ട് ബിക്കം ദ ഒബ്ജക്ട് ഓഫ് ദ സ്റ്റഡി. അങ്ങനെ ആയിത്തീരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു മേഖലയിൽ, സമൂഹശാസ്ത്രം എന്നൊരു മേഖലയിൽ വിടുകയും അതിൽ ഞാനൊരു PhD ചെയ്യുകയും, പക്ഷെ അതേക്കാൾ ഉപരിയായിട്ട് അതിന് മുന്നേയും പലതരത്തിലുള്ള നരവംശശാസ്ത്ര പഠനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആന്റണി പാലക്കലുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലായ ഒരു കാര്യം, എന്റെ പഠനത്തിൽ എൻ്റെ ഒരു ടൈറ്റില് ഇങ്ങനെ ഒരു പദം ഉപയോഗിച്ചു, ഇന്റർസെക്ഷനാലിറ്റി. നിങ്ങൾ മനസ്സിലാക്കി, ഈ പുസ്തകത്തിലും ഈ പ്രസിദ്ധീകരിച്ച പുസ്തകം എന്ന് പറയുന്നത് ആണ് ഡോക്ടർ ആന്റണി പാലക്കലിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇന്നത്തെയും നാളത്തെയുമായിട്ടുള്ള ഒരു ചരിത്ര റെക്കോർഡ്. ഇങ്ങനെ വർത്താനം പറഞ്ഞ ആൾക്കാരങ്ങ് പോകും. ഇതല്ല, ഇതവിടെ കിടക്കും. നിങ്ങൾക്ക് എപ്പോഴും ഇത് റെഫർ ചെയ്യാം. ഇറ്റ്സ് എ റെഫറൻസ് ബുക്ക്. അതിന്റെ കാതലായ വംശം, അടിത്തറ എന്ന് പറയുന്നത് ഇന്റർസെക്ഷനാലിറ്റിയാണ്. അപ്പൊ ചോദിക്കും, ഈ ഇന്റർസെക്ഷനാലിറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഇന്റർസെക്ഷനാലിറ്റി എന്നുള്ളതാണ്. അതുകൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തിയിരിക്കാം. ഇന്റർസെക്ഷനാലിറ്റി എന്ന് ഞാൻ ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ചില ആൾക്കാരുടെ ഫേസ്ബുക്ക് വാളിലൊക്കെ ഇങ്ങനെ സ്വയം പ്രഖ്യാപിക്കുന്നതായിട്ട് കാണാം. പക്ഷെ അത് പ്രഖ്യാപനങ്ങളെല്ലാം ചില സമയം അവർ തന്നെ സംശീകരിച്ച ഒരു ബോധമായിരിക്കും. പക്ഷെ ഫേസ്ബുക്കിൽ എഴുതുന്നത് മുഴുവൻ ഈ പറഞ്ഞ പോലെ പിന്നെ ഏതാണ്, അതൊരു സ്ത്രീ ആയിരിക്കും, അതൊരു പുരുഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു തരം സ്റ്റീരിയോടൈപ്പുകളായിട്ടുള്ള വാക്യങ്ങളായിരിക്കും എഴുതുക. പക്ഷെ അവർ ഇന്റർസെക്ഷനായിട്ട് മാറും. അവരെ കുറ്റം പറഞ്ഞല്ല, പഠിപ്പിച്ച ആൾക്കാരുടെ പ്രശ്നം, അവരുടെ പ്രശ്നമല്ല, അധ്യാപകരുടെ പ്രശ്നം. മര്യാദയ്ക്ക് സിദ്ധാന്തം, സങ്കല്പനങ്ങൾ ഒന്നും പഠിപ്പിക്കാൻ സാധിക്കുന്ന, ക്ഷമയോടുകൂടി പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു പാഠ്യപദ്ധതിയും കൂടി നമുക്ക് വേണം. അപ്പോഴേ നമ്മളെ അംഗീകരിക്കും ഭരണകൂടം.
ഭരണകൂടത്തിന് ശല്യമായി മാറുന്ന ഒരാൾക്കാരായി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഭരണകൂടത്തിന് നിരന്തരം ശല്യക്കാരായിരിക്കണം. അപ്പോഴേ അവർ മൈൻഡ് ചെയ്യും. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കണം. സാമൂഹ്യ ശാസ്ത്ര വിജ്ഞാന ചിന്തകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്യേണ്ടതായിട്ട്. അപ്പൊ ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ റിലേഷനാലിറ്റി വേണം. ഞാനും മറ്റൊരാളും തമ്മിലുള്ള ബന്ധം എന്താണ്? റിലേഷനാലിറ്റിയാണ്. ഈ റിലേഷനാലിറ്റിയിൽ അയാളുടെ കുട്ടിക്കാലം, അയാൾ പഠിച്ച വ്യാകരണം, അയാൾ പഠിച്ച ഭാഷ അത് ഞാൻ പഠിച്ചതായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അയാളും ഞാനും തമ്മിലുള്ള ഇന്ററാക്ഷനിൽ എന്തുണ്ടാവാം? വിള്ളലുകൾ ഉണ്ടാവും. ആ വിള്ളലിനെ അംഗീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതേപോലെയാണ് പിന്നെ ശക്തി എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും സാമൂഹ്യ ശക്തി വ്യത്യസ്തമാണ്. ഇപ്പൊ ആന്റണി ഫാൽക്കൺ സാറിന്റെ സാമൂഹ്യ ശക്തിയുടെ ഒരു പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഇവിടെ വന്നത്. അതൊരു ജ്ഞാനശക്തി കൂടിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാമൂഹ്യ ശക്തി എന്ന് പറയുന്നത്, അധികാരം അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരം കൊണ്ട് തന്നെ, ശരീരം തന്നെയും ഒരു അധികാര സ്ഥലമാണ്, പവർ ശക്തരാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അതാണ് കാരണം അത് കേരളത്തിന്റെ അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ എല്ലാ വൈവിധ്യങ്ങളെയും അതിന്റെ മേൽ കൊടുക്കുന്ന വലിയ സ്ഥാനങ്ങളെയൊക്കെ ആ ശരീരം വഹിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ചില ശരീരങ്ങൾ തിരുമേനികളായി മാറുന്നത്. തിരുമേനികൾ ചുമ്മാ നിങ്ങളുടെയൊക്കെ മേനി പോലെയല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു മേനിയാണ്. ആ മേനിക്ക് ഇങ്ങനെ ഒരു കുറുകായിട്ടുള്ള ഒരു ചരടൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല, അവർ ഭയങ്കരമായ അൺടച്ചബിൾസ് ആണ്. ആര്? ബ്രാഹ്മണര് അൺടച്ചബിൾസ് ആണ്, തൊട്ടുകൂടാത്തവരാണ്. നിങ്ങൾ പോയി തൊടാൻ നോക്കി കഴിഞ്ഞാൽ അയാൾ ഓടും. തൊടാൻ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഓടും. അദ്ദേഹം പറയാന്ന് കഴിഞ്ഞാൽ എന്നെ ആർക്കും തൊടാനൊന്നും പറ്റില്ല, ഞാൻ ദൈവത്തിന്റെ ഇടയിൽ നിൽക്കുന്നെന്ന് നമ്മൾ നോക്കട്ടെ, യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറയുന്ന ഈ അൺടച്ചബിലിറ്റി. എന്നിട്ട് ഈ അൺടച്ചബിലിറ്റി മുഴുവൻ ആരെ മേലെ അടിച്ചേൽപ്പിക്കുക? താഴെയുള്ള ആൾക്കാരോട്. യഥാർത്ഥത്തിൽ ആരാ അൺടച്ചബിൾ? അയാൾ സ്വയം ഭരിക്കുന്ന ഒരു അൺടച്ചബിലിറ്റി സ്വയമായി സ്വീകരിക്കുകയാണ്. ഞാൻ തൊട്ടുകൂടാത്ത ഒരാളാണ് എന്ന് സ്വയം തീരുമാനിച്ചെടുക്കുന്ന ഒരു പദവിയാണിത്. പക്ഷേ താഴേക്കടയുള്ള മനുഷ്യരുടെ അൺടച്ചബിലിറ്റി അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന നമ്മുടെ ചോയ്സ് അല്ലാത്ത ഒന്നാണ്. അതാണ് അൺടച്ചബിലിറ്റി. അപ്പൊ രണ്ട് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടാത്ത എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാര്യത്തെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇന്റർസെക്ഷനാലിറ്റി മനസ്സിലാക്കണം. അതാണ്. അപ്പൊ സാമൂഹ്യ അസമത്വം അതിൻ്റെ ഉള്ളിലുണ്ട്, സാമൂഹ്യ സന്ദർഭമുണ്ട്, സങ്കീർണമായ ജീവിത പശ്ചാത്തലമുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ എങ്ങനെ മാറ്റിമറിക്കുക എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ സാമൂഹ്യ നീതി എന്ന് പറയുന്ന മനോഹരമായ ഒരു ഭാവന, ഒരു സാമൂഹ്യ ശാസ്ത്ര സങ്കല്പനം നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. സാമൂഹ്യ നീതി. നീതി ഇല്ലെങ്കിൽ, ഒരു സ്ഥലത്ത് നീതി ഇല്ലെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാവില്ല. നീതി ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ നീതി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അടുക്കളയിലും സമാധാനം ഉണ്ടാവില്ല, ബെഡ്റൂമിൽ സമാധാനം ഉണ്ടാവില്ല, കോലായിലും സമാധാനം ഉണ്ടാവില്ല, അടുക്കള പുറത്തും സമാധാനം ഉണ്ടാവില്ല. ഈ കുശുമ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എടീ കണ്ടില്ലേ അപ്പുറത്തോളം ഓടിപ്പോയത് മറ്റവന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കും. അടുക്കള പുറത്ത്. അപ്പൊ ഈ യുവർ അനന്തമൂർത്തിയെ പോലുള്ള ആൾക്കാർ പറയുന്നുണ്ട്, യഥാർത്ഥത്തിലുള്ള ജ്ഞാനം, അറിവ് എന്ന് പറയുന്നത് അടുക്കള പുറത്താ കിട്ടുക എന്ന് പറയുന്നത്. അടുക്കള പുറത്ത്. കാരണം അടുക്കള പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരുന്നിങ്ങനെ തലയിൽ പേനൊക്കെ എടുത്തിട്ട്, ഇപ്പൊ പേനെടുക്കൂല, കാരണം എല്ലാരും മറ്റേ ഷാമ്പു ഒക്കെ തേച്ചിട്ട് ഏതാണ്ട് മുടി തന്നെ പാറിപ്പോവുക. അന്നേരം പിന്നെ പേനെങ്ങനെ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പം അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മുടിയിൽ പേനുള്ളത് കൊണ്ട് ഇങ്ങനെ മുടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പറയും, എടി നീ അറിഞ്ഞോ അങ്ങപ്പുറത്തെ രാഘവൻ പോയി മറ്റവളെ കൂടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സാമൂഹ്യ സന്ദർഭത്തിലുള്ള എല്ലാ മനുഷ്യ പെരുമാറ്റങ്ങളും നമുക്ക് കഥയായി ലഭിക്കുമായിരുന്നു. ആ മുടിയുടെ നീളം പോയതോടുകൂടി കഥയുടെ നീളവും പോയി. മുടിയുടെ നീളം പോയതോടുകൂടി ഞങ്ങളുടെ കഥയും കഴിഞ്ഞു. അതാണ് അതിന്റെ കാര്യം. അതുകൊണ്ട് ഈ സങ്കീർണതകൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീതി നടപ്പിലാക്കുന്ന ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതും പ്രധാന കാര്യമാണ്. അതുകൊണ്ട് സാമൂഹ്യ നീതി ഇല്ലെങ്കിൽ ആ സമൂഹത്തിന് സമാധാനം ഉണ്ടാവില്ല. മുഖത്തൊക്കെ ഇങ്ങനെ കാണിച്ചിങ്ങനെ നടക്കുന്നേ ഉള്ളൂ, ഉള്ളിൽ ഭയങ്കര സമാധാനക്കേടായിരിക്കും. പക്ഷെ കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു
പ്രധാന നമ്മൾ സോഷ്യൽ ആക്ടേഴ്സ് ആണ്. സമൂഹശാസ്ത്രം പറയുന്നത് അതാണ്. നമ്മൾ സാമൂഹ്യ ആക്ടേഴ്സ് ആണ്. വിർ ഓൾ ആക്ടേഴ്സ്. മമ്മൂട്ടിയും മോഹൻലാലും മാത്രമൊന്നല്ല, അവരെക്കാൾ ഗംഭീരമായുള്ള നാട്യം നമ്മളെ കയ്യിലുണ്ട്. നടനം, നടനം നമ്മളെ കയ്യിലുണ്ട്. അതാണ് എനിക്ക് ദൈവമായി മനസ്സിലായത്. ഞാൻ ദൈവം മാത്രമല്ല നടിക്കുന്നത്, ഏറ്റവും കൂടുതൽ നടിക്കുന്നത് മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്. ഭയങ്കരമായിട്ടുള്ള ഈ ഈ ഈ അഭിനയമാണ്. അപ്പൊ ഈ അഭിനയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉള്ളതല്ല. അപ്പൊ ഞാൻ ഒരു ഗോഫ്മാൻ എന്ന് പറഞ്ഞ ഒരു സമൂഹശാസ്ത്ര ചിന്തകനുണ്ട്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ, കാരണം കുറെ സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. അതായത് അദ്ദേഹം പറയുന്നത്, അടുക്കളയിൽ 2 തരം ചായപ്പൊടികൾ ഉണ്ടാവും. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും പല കവിതയാണ്. കവിതയല്ല, ഒരു സമൂഹശാസ്ത്ര ചിന്തകൻ പറഞ്ഞാണ്. അടുക്കളയിൽ 2 തരം ചായപ്പൊടി ഉണ്ടാവും. ഒന്ന് വലിയ പൈസയുടെ ചായപ്പൊടി, അതായത് ഒരു ചെറിയ ബണ്ടിലിന് ഒരു 1000 രൂപയൊക്കെ ഉള്ള പ്രീമിയം ചായപ്പൊടി. പിന്നെ 5 രൂപക്ക് കിട്ടുന്ന എല്ലാം കൂടി മിക്സ് ചെയ്ത ചായപ്പൊടി. ഈ 2 ചായപ്പൊടിയും അടുക്കളയിൽ സൂക്ഷിച്ചു വെക്കും. ഈ പ്രീമിയം ചായപ്പൊടി ആ വീട്ടിലുള്ള ആള് കുടിക്കുകയില്ല. അവര് കുടിക്കില്ല. അവര് ഈ ഈ മിക്സ് ചെയ്ത 5 രൂപയുടെ ചായപ്പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും ഗംഭീരായിരുന്നു. ഇന്നത്തെ ചായ ഗംഭീരായിരുന്നു, ഇന്നലത്തെ ചായക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്, പക്ഷെ നാളത്തെ ചായ എന്തായാലും ഗംഭീരാവും എന്നൊക്കെ പറഞ്ഞ് അടുക്കളയിൽ ഇങ്ങനെ ചായ കുടിച്ച് ചർവിതമായി ചർച്ചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പുറമേ നിന്നൊരാള് വന്നാൽ അയാളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി ഞങ്ങൾ ദിവസവും കുടിക്കുന്ന ചായപ്പൊടി വളരെ പ്രീമിയം ചായപ്പൊടിയാണ് എന്ന് പറഞ്ഞ് അയാൾക്ക് ഈ ചായ ഉണ്ടാക്കി കൊടുക്കും. അയാൾ ചായ കുടിച്ചിട്ട് അയാൾ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു പ്രീമിയം ചായപ്പൊടി കുടിച്ചിട്ടുണ്ടാവില്ല. അയാൾ പോകുന്ന വഴി എന്ത് ഗംഭീരാണ് ഇവര്, എന്തൊരു അല്ലെ, എന്ത് ഗംഭീരമാണ് ഇവരുടെ ഒരു ഫുഡിന്റെ എന്തൊരു ക്വാളിറ്റിയാണ് എന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ അയാൾ മാത്രമാണ് ആ ചായപ്പൊടി വെച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഇംപ്രഷൻ ഇല്ല. നമ്മൾ അങ്ങനെയാ ജീവിക്കുന്നത്. സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാണ്. കുടുംബവും കുട്ടികൾ ഒക്കെ ആയിട്ട് നമ്മുടെ ആഭരണങ്ങൾ നമ്മുടെ തന്നെ ശരീരത്തെ തന്നെ ഇൻസ്ക്രൈബ് ചെയ്ത് അതിൽ വരഞ്ഞ് കുറിഞ്ഞ് ഒക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യരാണ്. പക്ഷെ ആ മനുഷ്യർ പ്രവർത്തിക്കുന്നത് പലപ്പോഴും സാമൂഹ്യമായ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ഞാൻ ഈ സംസാരിച്ചതിന്റെ പ്രധാന കാര്യം സമൂഹശാസ്ത്രത്തിന്റെ ഒരു ചിന്താ രീതി എന്താണെന്നോ അത് എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നുള്ളതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ പുസ്തകത്തെ കുറിച്ച് പറയാം. ഈ പുസ്തകത്തിൽ ഞാനും സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞത്, ഒന്നത് വലിയൊരു പുസ്തകമാണിത്. അതിന്റെ പേജ് വെച്ച് നമ്മൾ പറയില്ലേ, ചില കുട്ടികളുടെ ആൻസർ, ചില അധ്യാപകര് ആൻസർ ഷീറ്റ് നോക്കുന്ന അങ്ങനെയാണ്. നോക്കാൻ വയ്യ, കാരണം കുറെ സമയം എടുക്കും. അല്ലെങ്കിൽ പിന്നെ ഒന്നുവരെ അയാളെ ആൻസർ വായിക്കും, ആദ്യത്തെ ആൻസർ. പിന്നെ കുട്ടി ഏതാണ്ട് ഈ കുട്ടി ഇങ്ങനെയാണ്, ഉറപ്പാണ്. അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ വലിയ രണ്ടാമത്തെ വാല്യുവേഷൻ കൊടുക്കുമ്പോൾ വലിയ വ്യത്യാസം വരുന്നത്. മനസ്സിലായില്ല, 30 മാർക്ക് കൊടുത്ത ഒരു അധ്യാപകൻ അതേ പേപ്പർ വേറെ റീവാല്യൂ ചെയ്തപ്പോൾ ആ കുട്ടിക്ക് 70 മാർക്ക് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റേഞ്ചിന്റെ ഒന്ന് ആലോചിച്ചോ. അപ്പൊ അത് വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വിദ്യാർത്ഥികളെ അളക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. പ്രത്യേക രീതിയിൽ അളക്കാൻ പറ്റില്ല. 75 ഈ കുട്ടി A+ കുട്ടി, ഈ കുട്ടി B+ കുട്ടി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ഇങ്ങനെ ഏലും പ്ലേസിലേക്ക് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന മനുഷ്യരാണ്. ഓസിലേറ്റിംഗ് സ്വഭാവ മനുഷ്യർക്ക്. അങ്ങനെ ഇരുമ്പുലൊക്കെ പോലെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതല്ല മനുഷ്യ ജീവിതം. ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്ന സമൂഹത്തിന്റെ സ്പന്ദനങ്ങളൊക്കെ കണ്ടും കേട്ടും ഒക്കെ. അപ്പൊ അവിടെ ലജാവതിയാണ് പാട്ടെങ്കിൽ നമ്മൾ അത് പാടും. മറ്റൊരു സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ പെരിയോനെയാണെങ്കിൽ നമ്മൾ അത് കൊണ്ട് ആഘോഷിക്കും. അങ്ങനെയൊക്കെയാണ് അത് പോകുന്നത്. എന്തായാലും ഈ പുസ്തകം മറ്റ് പല അധ്യാപകർക്കും നമ്മൾ ഈ പറയുന്ന പോലെ യാത്രയപ്പിന് നമ്മളിങ്ങനെയൊക്കെ പറയുകയും ചില ചിത്രങ്ങൾ സംഭാവന നൽകുകയും നമ്മൾ തന്നെ പുസ്തകങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുമെങ്കിൽ വളരെ ജ്ഞാന ഉദയത്തോടുകൂടി ഇതിൽ വളരെ വെളിച്ചം തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ എല്ലാ സ്വാഗതം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുന്ന ഈ ചെടി ഉണ്ടല്ലോ, ഭയങ്കരമായൊരു അർത്ഥം അതിനുണ്ട്. വേണമെങ്കിൽ നിലവിളക്ക് കത്തിക്കായിരുന്നു, പക്ഷെ വേണ്ട. ഈ ചെടി തരുന്നത് വെച്ചാൽ ഭയങ്കര ബുദ്ധന്റെ ഒരു
കേരളത്തിലെ ശാസ്ത്രത്തിന്റെ, അതായത് സോഷ്യോളജി ഓഫ് കേരള എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡാണ് ആ പുസ്തകം. അതുകൊണ്ട് ആ പുസ്തകം റെഫറൻസ് ആണ്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ആന്റണി പാലക്കൽ സാറിനോട് ഈ ഒരു 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 വിജ്ഞാന സമൂഹം കൊടുക്കുന്ന ഏറ്റവും വലിയ ആദരവ് എന്നാണ്. ആദരവ്, നിലനിൽക്കുന്ന ആദരവ്. എല്ലാ ലൈബ്രറികളിലും ആൾക്കാർക്ക് വാങ്ങാൻ അതായത് ഒഴിവാക്കാൻ പറ്റാത്തൊരു പുസ്തകമായി അത് മാറുന്നു എന്നുള്ളതാണ്. അതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള, അതിനുവേണ്ടി കഠിനാധ്വാനം നടത്തിയിട്ടുള്ള സാറിന്റെ ശിഷ്യന്മാര്, ശിഷ്യഗണങ്ങൾ എല്ലാവരും അതിന്റെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാകുന്നു എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.